ഞങ്ങൾ അച്ചൂട്ടനെ കൊണ്ട് ആശുപത്രിയിൽ പോയിട്ട് വരാം കേട്ടോ. അച്ചൂട്ടന് നല്ല പനിയാണ്, ഒരു ഭേദമില്ല. ഇന്നേക്ക് എൻ്റെ അച്ചൂസിന് പനി തുടങ്ങിയിട്ട് 6ാമത്തെ ദിവസമാണ് കേട്ടോ. എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടെങ്കിൽ ഇപ്പോൾ പോകേണ്ട ഒരാവശ്യമില്ല, നമുക്ക് ഗുളിക കൊടുത്ത് നോക്കാം. പക്ഷേ പകലൊക്കെ സമാധാനം കിട്ടും, വൈകിട്ടായ കുട്ടിക്ക് നല്ല കട്ടപ്പനിയാണ്. പകൽ ഇതുമാതിരി ഇരുന്ന് തുള്ളി കളിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ പിന്നെ ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്നോർത്ത് ഞാനും ആദ്യം കൂടെ അച്ചൂട്ടനെ ആശുപത്രിക്ക് കൊണ്ടുപോവുകയാണേ. ഏകദേശം ഒരു 11:30 മണിയോട് കൂടിയിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കേട്ടോ. പണികളെല്ലാം ഒരുക്കി വെച്ചിട്ടേ മൂപ്പരാണെങ്കിൽ രാവിലെ ഒരു കുഞ്ഞ് 2 നൂലുപൊട്ട് കഴിച്ചാണ്. പിന്നെ ഇത്തിരി കഞ്ഞിവെള്ളവും കൊടുത്തു. ഞാൻ ആദ്യത്തിനെ നിർബന്ധിച്ചു, അവനും കഴിച്ചില്ല. നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്കും ഇങ്ങോട്ട് വരുമല്ലോ അമ്മ, വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നും കഴിക്കാണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട്. അവിടെ എത്തിയപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെയായിരുന്നു. നട്ടുച്ച സമയം ആവാറായിരുന്നില്ലേ. അപ്പോൾ നമുക്ക് റൂം നമ്പർ 2 188 എങ്ങാണ്ടാണ് ടോക്കൺ കിട്ടിയേട്ടോ. അപ്പോൾ നമ്മളവിടെ ഡോക്ടറുടെ ക്യാബിൻ്റെ മുന്നിൽ എത്തിയപ്പോഴത്തേക്കും ഒരേ ഒരാളെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ. അവർ പുറത്തേക്ക് വന്നതും നമുക്ക് ഉള്ളിലേക്ക് കയറാറായി. അങ്ങനെ എളുപ്പം ഡോക്ടറൊക്കെ കാട്ടാൻ പറ്റി. പക്ഷെ പണി പാളി എന്താ വെച്ചാൽ നമ്മൾ ഇത്തിരി ലാഭം നോക്കിയാണല്ലോ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ പോകുന്നത്. കറണ്ട് ഉണ്ടായിരുന്നില്ല. ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊന്നും ഇതിന് കറണ്ട് ഇല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഉണ്ടാവില്ല എന്തോ. ലാബിൻ്റെ അവിടെ ചെന്നപ്പോൾ നഴ്സ് പറഞ്ഞു, മുഖത്ത് പോലും നോക്കിയില്ല, കറണ്ടില്ല അങ്ങനെ പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ റോഡൊക്കെ വരങ്ങ് മുറിച്ച് നമ്മുടെ രശ്മി ലാബോറട്ടറിയിൽ തന്നെ വന്നിട്ടുണ്ട്. എൻ്റെ പേരുള്ള ലാബില്ലേ നമ്മളെപ്പോഴും പോകുന്ന. അപ്പോൾ അവിടെ പിന്നെ ജനറേറ്ററൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ ഇത്തിരി തിരക്കായിരുന്നു ഹോസ്പിറ്റലിലൊന്നും കറണ്ട് ഇല്ലാത്ത കാരണം കൊണ്ടേ. അപ്പോൾ നമ്മൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്ത് ലാബിൻ്റെ മുന്നിൽ റെസ്റ്റ് എടുക്കുകയാണ്. സംഭവം അച്ചൂസിന് ക്ഷീണം കൊണ്ടൊന്നല്ല ഇപ്പം കാണിച്ചു കൂട്ടണത് കേട്ടോ. അവന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇത്തിരി കാട്ടിക്കൂട്ടൽ അധികമാണ്, വേറെ ഒന്നിനും അല്ല. കണ്ടില്ലേ ഇപ്പോൾ അവൻ്റെ ബ്ലഡ് എടുത്തപ്പോൾ അവിടെ കുത്തി, അവിടെ വേദനയാ, എന്തൊരു കുത്തല ആ സിസ്റ്റർ കുത്തിയത്. ആകെ കുഴയുന്ന മാതിരി വെറും ഭാവാഭിനയാണ്. അവന് വല്ല ഫ്രൂട്ടി വേണമായിരിക്കും, എന്തെങ്കിലും തിന്നാൻ വേണമായിരിക്കും. അത് എങ്ങനെ വൃത്തികെട്ട ശീലം ഞാൻ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ഞാനും ഏട്ടനും ഒക്കെ. പുറത്തേക്ക് കൊണ്ടുവന്നാൽ അപ്പം എന്തെങ്കിലും മേടിച്ചു കൊടുക്കും. കാരണം കൊണ്ട് ചില സമയത്ത് ഇതുപോലെ നമ്മൾ നല്ല പെടൽ വിടും കേട്ടോ. അപ്പം അത് കാര്യം സാധിക്കാനുള്ള ഒരു വശപ്പശകാണ് ഇപ്പം നടക്കണേ. ഒന്നും വാങ്ങിത്തരില്ല പൊന്നോ, വയ്യാത്തവർക്കൊന്നും വാങ്ങിത്തരില്ല. ഞങ്ങളും കഴിക്കില്ല, മനസ്സിലായോ? എനിക്കൊരു ദോശ ഇപ്പൊ ദോശ കഴിക്കാൻ തോന്നുന്നു. മസാല ദോശ കഴിക്കുന്നു. കുട്ടിക്ക് മസാല ദോശ കഴിക്കാൻ തോന്നുന്നു. അത്രയ്ക്ക് ഗർഭിണി ഇരിക്കുമോ? എനിക്ക് പനിയായിട്ടല്ലേ ഇങ്ങോട്ട് വന്നെ. തെറ്റാണോ മസാല ദോശ കഴിക്കാൻ തോന്നണേ? മസാല ദോശ കഴിക്കാൻ തോന്നണെന്താ? എന്നാ അവിടെ മാവുണ്ട്, വീട്ടിൽ ദോശ ഇട്ടോ. മസാല കിഴങ്ങ് മസാല അമ്മ ഉണ്ടാക്കി തരാ. പറ്റുമോ? ഉറങ്ങണ്ട. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവൻ്റെ ആ വശപ്പശക്ക് കണ്ടാൽ എനിക്കറിയാം ഇതുപോലെ എന്തിനെങ്കിലും ഒക്കെ ആവുമെന്ന്. അപ്പോൾ പിന്നെ ഞാനൊന്നും വാങ്ങി തരില്ല. ഉണ്ണി പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അധികം വല്ല ഛർദി വയറിളൊക്കെ ഒക്കെ പിടിക്കാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേ അടങ്ങി. സംഭവം ചുമക്കുന്നുണ്ട് കേട്ടോ, ചുമച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, പിന്നെ കുറച്ച് ആക്ടിങ്ങും. ഞാനുണ്ടല്ലോ എൻ്റെ ഉണ്ണിയോൾക്ക് എന്തസുഖം വന്നാൽ, ഒരു കുഞ്ഞ് ജലദോഷം വന്നാൽ പോലും നമ്മുടെ ചെർപ്പശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലിലുള്ള ഒരു ഷൈജു ഡോക്ടർ ഉണ്ട് കേട്ടോ. ആ ഒരു ഡോക്ടറെ കാണിച്ചാൽ മാത്രം അതുങ്ങളെ വയ്യേ മാറുള്ളൂ. അങ്ങനെ ഒരു അന്ധവിശ്വാസത്തിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഏട്ടനാകുമ്പോൾ ഏത് ഹോസ്പിറ്റലിൽ എവിടെ പോയാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ഉണ്ണിയോൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഷൈജു ഡോക്ടർ നോക്കിയാലേ മാറുള്ളൂ. പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് നല്ലത്, പൈസ കൊടുത്താലേ അവർ എൻ്റെ ഉണ്ണിയോളെ നല്ലോ നോക്കുള്ളൂ. അങ്ങനെയൊക്കെ കുറേ തെറ്റിദ്ധാരണകൾ എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കണം, സാധാ കൂലിപ്പണിക്കാർ, സാധാരണക്കാർ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാട്ടാൻ തന്നെ ഫീസേ ഒരു സംഖ്യ വരും. പിന്നെ അവരൊരു 10-600 രൂപയുടെ മരുന്ന് എഴുതും, വണ്ടി വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. 1000 രൂപയ്ക്ക് തല ഉണ്ടാവില്ല. ആ പൈസയുടെ വില അറിയാത്തതുകൊണ്ടാണോ, അന്തമില്ലാത്തതുകൊണ്ടാണോ, അതോ എൻ്റെ ഉണ്ണിയോളുടെ സേഫ്റ്റി അല്ലെങ്കിൽ എൻ്റെ ഉണ്ണിയോൾക്ക് വല്ലതും ആവുമോ എന്നുള്ള ഉത്കണ്ഠ കൊണ്ടാണ്, ഇതെല്ലാം കൂടി കലർന്ന് കുറേ അന്തമില്ലാത്ത മണ്ടത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ 1-2 വർഷമായിട്ട് ഞാനിങ്ങനെ കുഞ്ഞു വയ്യായൊക്കെ വരുമ്പോഴത്തേക്കും, ഇതുമാതിരി പനിയോ ജലദോഷമോ ചുമയോ കഫക്കെട്ടൊക്കെ വരുമ്പോഴത്തേക്കും മിക്കവാറും ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് വരാറ്. ഈ പറഞ്ഞും കൂട്ടും 1-2 തവണയൊക്കെ വന്നും പോയും ഇരിക്കണം, എന്നാലും അസുഖം മാറാറുണ്ട്. അപ്പോൾ നമുക്ക് അന്തം വെക്കാനും എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്നാണ് ഞാൻ ജസ്റ്റ് വെറുതെ പറയുന്നത് കേട്ടോ.
നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെ കാണിച്ചിറങ്ങിയപ്പോഴത്തേക്കും മരുന്ന് മേടിക്കണ ആ ഒരു കൗണ്ടറിൽ ഒരു ക്യൂ ആയിട്ടുണ്ട്, ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഒക്കെ ലൈൻ കിട്ടാ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇത് റിസൾട്ട് എടുക്കണമല്ലോ, അതുകൊണ്ട് അങ്ങനെ ലാബിലേക്ക് പോകുന്നതാണ്. ഇപ്പോൾ ലാബിൽ നിന്ന് റിസൾട്ട് കിട്ടാനും ഒരുപാട് സമയം പിടിക്കുന്നത് കണ്ടപ്പോൾ ആദ്യം പറഞ്ഞു ഞാൻ പോയി ലൈനിൽ നിന്നിട്ട് മരുന്ന് മേടിക്കുക, അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് റിസൾട്ടും കിട്ടി പെട്ടെന്ന് ആ റിസൾട്ട് ഡോക്ടറെ കാണിച്ചിട്ട് വീട്ടിലേക്ക് പോവാമല്ലോ. അപ്പം എന്നാൽ ശരി എന്നും പറഞ്ഞപ്പോൾ മൂപ്പര അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയി ലൈനൊക്കെ നിന്ന് മരുന്നൊക്കെ വാങ്ങി വരട്ടെ എന്ന് വെച്ച് വിളിച്ചതാണ്. നോക്കുമ്പോൾ നല്ല മഴ. അപ്പം ഞാൻ മഴ ഒന്ന് തോരട്ടെ, അവരേക്ക് എൻ്റെ കുട്ടി അവിടെ തന്നെ നിന്നോന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും എൻ്റെ ചെക്കൻ എന്താ പറയുക, വിക്രാസിൻ്റെ കൂടാന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ, അവിടെ ഒരു കമ്പി ഉണ്ടായിരുന്നു, അതിമ കയറി നിൽക്കണു ഇറങ്ങണു, വമ്പൻ ജാതി കളിയായിരുന്നു കേട്ടോ. അവനെന്താ വെച്ചാൽ ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആവാറായി, 1:45 ഇപ്പോൾ സമയം കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. രാവിലെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നൂലുപുട്ട് കഴിച്ചു, കുഞ്ഞത് 2 എണ്ണം. പിന്നെ പോരാ നേരത്തെ ഞാൻ കഞ്ഞി വിളമ്പി വെച്ചിട്ട് അത് ഒരുപാട് കുടിച്ചില്ല. അമ്മയ്ക്ക് ഇപ്പോൾ കഴിച്ചാൽ പോകണില്ലേ, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കഞ്ഞിയുടെ വെള്ളം, ഉപ്പിട്ട് കഞ്ഞിയുടെ ആ വെള്ളം മാത്രം ഇങ്ങനെ കിണ്ണം ചെരിച്ച് പിടിച്ചിട്ട് അങ്ങനെയാണ് കുടിച്ചാണ് ഉണ്ണി കേട്ടോ. അല്ലാണ്ട് കഞ്ഞി മാതിരിയൊന്നും വയറ് നിറച്ച് കുടിച്ചിട്ടില്ല. ആദ്യമേ ഞാൻ ഒരു മിടുക്ക് ആ കഞ്ഞിവെള്ളം കുടിപ്പിച്ചു. എനിക്ക് അങ്ങനെയാണ് കേട്ടോ, കുട്ടികൾക്ക് വിശക്കുമോ എന്ന് ഭയങ്കര ടെൻഷനാണ്. അപ്പം ഞാൻ നിർബന്ധിച്ച് അങ്ങനെ ചെയ്യിച്ചതുകൊണ്ട് മഹാഭാഗ്യം. എന്നുവെച്ചാൽ നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റിയില്ല. സമയം 1:45 2 മണി ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓരോ രണ്ടാളേനെ അവിടെ അടുത്തുള്ളൊരു ബേക്കറിയിൽ കൊണ്ടുപോയിട്ട് രണ്ടാൾക്കും ഓരോ കട്ട്ലേറ്റും പിന്നെ ആദ്യമൊക്കെ ഒരു ചായയും ഇക്കൊരു കാപ്പിയും. ഞാൻ രാവിലെ ഒരു നൂൽപുട്ടാണ് കഴിച്ചിരുന്നു കേട്ടോ. പിന്നെ ചായ കുടിച്ചു 2 ഗ്ലാസ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ചായ. എനിക്ക് പിന്നെ കഴിക്കാൻ വേണമെന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ചായയും കാപ്പിയും ഇങ്ങനെ കിട്ടിയാൽ മതി, വിശപ്പ് അടങ്ങിക്കോളും. പനിയാണ്, വയ്യാത്തയാണ്, ഒന്നും മേടിച്ചു കൊടുക്കാണ്ടിരിക്കാനും പറ്റൂലല്ലോ. ഞാൻ പറഞ്ഞാണ് ഒരു ബ്രെഡിൻ്റെ പാക്കറ്റ് മേടിക്കുക, ഒരു ജാമും മേടിച്ചു കഴിഞ്ഞാൽ അത് കഴിക്കാമെന്ന്. അപ്പോൾ അച്ചൂട്ടൻ ഇല്ല അമ്മേ കട്ട്ലേറ്റ് വാങ്ങി തന്നാൽ മതി, പിന്നെ എനിക്കൊന്നും വേണ്ടാന്നും പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ഞാൻ മേടിച്ചു കൊടുത്തു. പക്ഷേ അത് തെറ്റാണ് കേട്ടോ, കുട്ടികൾക്ക് വയ്യാണ്ടിരിക്കുമ്പോൾ അങ്ങനെ ചെയ്താലേ അവറ്റങ്ങൾക്ക് അധികം വയ്യായേ ഉള്ളൂ. പുറത്തുനിന്ന് ഇങ്ങനെ കണ്ണി കണ്ടത് കഴിക്കാണ്ടിരിക്കുകയാണ് നല്ലത്, പ്രത്യേകിച്ച് അസുഖമൊക്കെ വരുന്ന സമയത്ത്. അങ്ങനത്തെ ഉള്ള എൻ്റെ ചീത്ത ശീലങ്ങളൊക്കെ നിർത്തേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. അത് എനിക്ക് മനസ്സിലായത് എപ്പോഴാണെന്ന് വെച്ചാൽ റിസൾട്ട് കിട്ടി ഡോക്ടറെ കാണിച്ചപ്പോഴാണ് കേട്ടോ. ഞാൻ പറയാൻ പോകെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് അധികം രാവിലെ വരിക. രാവിലെ വന്ന് ടോക്കൺ കൊടുത്ത് ഡോക്ടറെ കാട്ടി മരുന്ന് മേടിച്ച് അങ്ങനെ പോകും. ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണെന്ന് വെച്ചാൽ രാവിലെ അല്ല, ഒരു 11:30 11:45 നമ്മൾ 11:45 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും തോന്നുന്നു. അങ്ങനെ ടോക്കണൊക്കെ എടുത്ത് ഡോക്ടറെ കാട്ടി ഡോക്ടർ ചെക്ക് ചെയ്തതിന് ശേഷം മരുന്നൊക്കെ എഴുതി. പിന്നെ എന്നാൽ ജസ്റ്റ് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം, അങ്ങനെ ഇപ്പോൾ ഒരു 5-6 ദിവസം ആയല്ലേ പനിച്ചിട്ട് എന്നും പറഞ്ഞു കേട്ടോ. അതും കഴിഞ്ഞ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഡോക്ടർ പോയി ഉച്ചയ്ക്ക്. അപ്പോൾ സാധാരണ നമ്മളെ വീടിൻ്റെ അടുത്താണ്, നമുക്ക് വീട്ടിൽ പോയി ഫുഡ് കഴിച്ച് വരാവുന്നേ ഉള്ളൂ. അപ്പോൾ ഏകദേശം 2 മണിക്ക് ഡോക്ടർ നോക്കാൻ തുടങ്ങുമെന്ന് പറയുകയും ചെയ്തു. എന്നാൽ പിന്നെ ഇനി റിസൾട്ട് ഡോക്ടറോട് കാണിച്ചിട്ട് അങ്ങനെ ഒരു വണ്ടി വിളിച്ച് വീട്ടിലേക്ക് വേഗം പോവാമല്ലോ എന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ നമ്മൾ ആ നേരത്തെ കാണിച്ചുവല്ലോ ഡോക്ടറേനെ, ആ 2 എന്നുള്ള റൂം നമ്പറിൻ്റെ മുന്നിൽ പോയിരുന്ന് ഡോക്ടർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരാളെയും കാണാനില്ല. 2 മണി കഴിഞ്ഞു, 2:15 കഴിഞ്ഞു, 2:30 ആയിട്ടും ഡോക്ടറെ കാണാനില്ല. ഇരുന്ന് ഉണ്ണിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. പിന്നെ അതിന് കിടക്കണം എന്നുള്ള മാതിരി കുറച്ച് ക്ഷീണമുണ്ട്, അത്രയും പനിച്ചല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ അവിടെ നിന്ന് തന്നെ അവന് ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങിയിട്ട് പനിയുടെ ഗുളികയൊക്കെ കൊടുത്തു. അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലെത്തുമ്പോഴത്തേക്കും പനി അധികമായാലോ എന്ന് ഓർത്തിട്ടേ 2:30 2:45 ഡോക്ടറെ കാണാല്ലേ. അപ്പോൾ ആദ്യം പറഞ്ഞു കേട്ടോ, അമ്മ ഡോക്ടറെ പോയി വിളിച്ചാലോ, ഡോക്ടറല്ല സിസ്റ്ററെ അടുത്ത് പോയി ചോദിച്ചാലോ ഡോക്ടർ വരില്ലേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് മിണ്ടാണ്ടിരിക്കുക, ഗവൺമെൻറ് ഹോസ്പിറ്റലല്ലേ, ഡോക്ടർമാർ ചിലപ്പോൾ അങ്ങനെയൊക്കെ വരുന്നുണ്ടാവുള്ളൂ, നമ്മളങ്ങനെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റില്ല, അവർ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാന്നിട്ടാ. പക്ഷേ 2:30 കഴിഞ്ഞിട്ട് 2:45 ഡോക്ടറെ കാണാത്തതുകൊണ്ട് തന്നെ ഞാൻ ആദിത്യനോടുള്ള ദേഷ്യം കൊണ്ട് സിസ്റ്റർ അടുത്ത് പോയിട്ട് ചോദിച്ചതാണ്. ഇവനിങ്ങനെ സൂര്യൻ കെടുത്താണ്, ഒന്ന് ചോദിക്കാമ്മ എന്ന് പറഞ്ഞിട്ട് നെയ്യ് പോയി ചോദിക്കാറുണ്ടോ, അവൻ ചോദിക്കൂല കേട്ടോ. എന്തായാലും ഉണ്ണിയോളാണെങ്കിലും ചിലതൊക്കെ അവർ പറയുമ്പോൾ നമ്മളത് കാര്യമായി എടുക്കണം. ഞാൻ സിസ്റ്റർ അടുത്ത് വെച്ചപ്പോൾ സിസ്റ്റർ പറയണേ, അയ്യോ ഉച്ചയ്ക്ക് ശേഷം ആ ഒരു ഭാഗത്തൊന്നും ഡോക്ടേഴ്സ് ഇല്ല, ഒരു ഡോക്ടറേ ഉള്ളൂ, അത് നമ്മൾ കയറി വരുന്ന ആ ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട്, ആ ഡോക്ടറെ ഇനി കാണിക്കണമെങ്കിൽ നിങ്ങൾ പോയി വീണ്ടും ടോക്കൺ എടുക്കണം. എന്താ അല്ലേ അവസ്ഥ. വീണ്ടും പോയി ടോക്കൺ എടുത്തപ്പോൾ 35 ഡോക്ടറുടെ കൗണ്ടറിലേക്ക് പോയത്, 95 ടോക്കൺ കിട്ടി. ഞാൻ അവിടെ കുത്തിയിരുന്നു കേട്ടോ. സിസ്റ്റർ ആണെങ്കിൽ നമുക്ക് പറഞ്ഞു തന്നില്ല 95 അപ്പോഴേ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുള്ളൂ എന്നുള്ള മാതിരിയാണ് പറഞ്ഞു തന്നത്, നമുക്ക് അറിയുകയും ചെയ്യുന്നുണ്ടായിരുന്നില്ലേ.
അപ്പോൾ അവിടെ അങ്ങനെ ഇരുന്ന് ഉച്ചരിങ്ങി ഒരു 4-4:30 ആകുമ്പോൾ അമ്മ ഫോൺ ചെയ്തു. അപ്പോൾ ഉണ്ണിയോൾ എന്താ കഴിച്ചു വെച്ചപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല. അമ്മയുടെ അടുത്ത് എനിക്ക് വേണ്ട ചീത്താട്ടോ, മര്യാദയ്ക്ക് ബ്രെഡോ അല്ലെങ്കിൽ എന്താ പറയുക ബെന്നോ എന്തെങ്കിലുമൊക്കെ ഉണ്ണിയൊക്കെ മേടിച്ചു കൊടുക്ക്, ഭക്ഷണിക്ക് ഇട്ടിട്ട് ഈ ഗുളിക കുടിക്കണല്ലേ കുട്ടി ക്ഷീണിക്കില്ലേ പറഞ്ഞ് എന്നെ സൗകര്യം കടത്തിയപ്പോൾ ഞാൻ ആദിത്യനെ കടയ്ക്ക് പറഞ്ഞയച്ചു. ഞാൻ അവൻ്റെ അടുത്ത് ഈ ബെന്നിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ടുള്ള അങ്ങനെ ഉണ്ടാവില്ലേ ഈ സാൻഡ്വിച്ച് മാതിരി, അതുപോലെ എന്തെങ്കിലുമാണ് കൊണ്ടുവരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അങ്ങനത്തെ സാൻഡ്വിച്ച് ഇല്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പര് നല്ല പൊരിച്ച ബ്രെഡിൻ്റെ ഇടയ്ക്ക് ചിക്കനും എന്തൊക്കെയോ ഇട്ട് ഫില്ലാക്കിയിട്ടുള്ള നല്ല അടിപൊളി സംഭവമായിരുന്നു. പക്ഷേ ഈ പനിയും പിടിച്ച് വയ്യാണ്ടിരിക്കണ ഈ ചെക്കൻ്റെ കൈ കൊടുത്താൽ പറയണോ ബാക്കി കഥ. എന്തായാലും അത് 3 മേടിച്ചു വന്നിരിക്കുന്നത്, 2 മതി എന്ന് പറഞ്ഞാണ്. പക്ഷെ 3 മേടിച്ചു കൊടുത്തു. ഞങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ 35 95 ആവുന്നവരത്തേക്കും ആണെങ്കിൽ ഏകദേശം 5-5:30 വരെ ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരും. അതോർത്ത് ഇതൊക്കെ മേടിച്ചോണ്ട് കഴിക്കാൻ നിന്നപ്പോൾ അവിടെ കൗണ്ടറിൽ നിന്ന് വിളിക്കണു നമ്പർ. അങ്ങനെ മണ്ടിച്ചത്ത് ഡോക്ടറെ അടുത്ത് ക്യാബിനിൽ കയറി വയ്ക്കുമ്പോൾ ഡോക്ടർ പറയും എന്താവശ്യത്തിനാണ് അവിടെ വെയിറ്റ് ചെയ്തത്, ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ രാവിലെ കാണിച്ച സ്ഥിതിക്ക് ആ ഒരു ടോക്കൺ കൊണ്ട് റിസൾട്ട് കാണിക്കാനാന്ന് പറഞ്ഞ ഉള്ളിൽ തന്നെ കയറായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് മരുന്നുകളും കാര്യങ്ങളൊക്കെ എഴുതി തന്നു, കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു വണ്ടി വിളിച്ചിട്ട് അങ്ങനെ നേരെ വീട്ടിലേക്ക് പോരുക ചെയ്തത് കേട്ടോ. ഇനി റിസൾട്ടിൽ എന്താ പറഞ്ഞതെന്ന് ഞാൻ പറയാം. വന്നേ പാട് ചെയ്തത് ആദ്യം തന്നെ പറയട്ടെ, പിങ്കൂസിന് നല്ല വിശന്നിരിക്കുമായിരിക്കും, കാരണം അവൾ രാവിലെ കഴിച്ചതാണ്. അപ്പോൾ ഞാൻ വേഗം കോഴിമുട്ടയൊക്കെ കുത്തിപ്പൊരിച്ചുണ്ടാക്കി ചുട്ടനും ആദിക്കും കൊടുക്കാനുള്ളതും ഊണ് കഴിക്കാനുള്ളതും, പിങ്കൂസിന് ഒരു പുൾസ ഉണ്ടാക്കിയതിൽ ചോറ് ഇട്ടിട്ട് ഇളക്കി വെച്ചു. ഏട്ടനാണെങ്കിൽ ചായ എന്ന് പറഞ്ഞ് ഉമ്മർത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓർക്കുള്ള ചായ ഉണ്ടാക്കി. അങ്ങനെ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചേട്ടാ ഇവിടെയാണ് ചെയ്തു. പിന്നെ അവർക്കൊക്കെ ഉള്ളത് കഴിക്കാനും കുടിക്കാനും ഒക്കെ കൊടുത്തു. അച്ചൂട്ടനെ ഹോസ്പിറ്റലിൽ നിന്ന് നല്ല ആക്റ്റീവായിരുന്നു പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ. വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഉണ്ണി വശം കെട്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു അലച്ചിൽ മാതിരി തന്നെയല്ലേ, നേരാവണ്ണം നമ്മളെ വീട്ടിൽ കിടക്കണമാതിരി കിടക്കാനൊന്നും പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഉണ്ണി വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഇത്തിരി പരവശനായിരുന്നു. അപ്പം ഞാൻ ഓന് മുട്ട കുത്തിപ്പൊരിച്ചിട്ടായിരുന്നു ഒരു ഷെഗർ എടുത്തിട്ട്, ഒരുപാട് പറ്റില്ലല്ലോ, അവന് കുറച്ചെടുത്തിട്ട് ഇത്തിരി കഞ്ഞി മാതിരിയാക്കി കൊടുത്ത് അവനെ കിടത്തി ഉറക്കിയിട്ടോ. പിന്നെ ഞാൻ വിളിക്കുക ചെയ്തത്, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ രാത്രി ശിവരാത്രി ആയിരിക്കും. വിളക്കുത്തിക്കാട്ടാൻ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ വിളിച്ചു ഉണർത്തി, വീണ്ടും കുറച്ച് കഞ്ഞിവെള്ളം ഉപ്പിട്ടിട്ടൊക്കെ കൊടുത്തു, ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ടേ. അപ്പം എൻ്റെ ഇന്നത്തെ സമാധാനം പോയത് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. റിസൾട്ട് കിട്ടിയപാടെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് വെറുതെ ഒന്ന് അയച്ചു കൊടുത്തു. എന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ ഈ 95 ടോക്കൺ ആകുമ്പോഴത്തേക്കും ഒരുപാട് നേരം അവിടെ വെയിറ്റ് ചെയ്യണം. കുട്ടിക്കാണെങ്കിൽ ആകെ മടുത്ത് മുഷിങ്ങുന്നു. വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ തിരിച്ചു പോവാം. പിന്നെ പനി മാറുന്നില്ലെങ്കിൽ റിസൾട്ടും വെച്ച് കാണിക്കാൻ നാളെ മറ്റന്നാളോ വേറെ ഏതെങ്കിലും ഡോക്ടറെ എന്നൊക്കെ ഓർത്തിട്ട് അയച്ചാണ്. അപ്പോൾ അവൾ പറഞ്ഞു എടി കൗണ്ടൊക്കെ ഓക്കെയാണ്, പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു SGOT എന്നുള്ള ടെസ്റ്റ് വാല്യൂവിൽ ചെറിയൊരു വേരിയേഷൻ കാണുന്നുണ്ട്, നീ ഇത്രയും നേരം വെയിറ്റ് ചെയ്തില്ലേ, ഡോക്ടർ കാണിച്ചിട്ട് പോയാൽ മതി പറഞ്ഞു കേട്ടോ. ഞാനാണെങ്കിൽ 95 ആവുന്നവരേക്കും വെയിറ്റ് ചെയ്തു. ഡോക്ടർ എന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ചീത്ത പറഞ്ഞു, എന്തിനാ വെയിറ്റ് ചെയ്ത്, രാവിലെ ഒരു തവണ കാണിച്ചല്ലേ, അതുകൊണ്ട് ടെസ്റ്റ് കാണിക്കാനെന്നും പറഞ്ഞ് കയറായിരുന്നു ഇത്രയും. പക്ഷെ അത് ആരിലും പറഞ്ഞെന്നല്ലേ നമുക്കറിയുള്ളൂ. ഇനി റിസൾട്ടിൻ്റെ കാര്യം പറയാമെന്ന് വെച്ചാൽ കൗണ്ടൊക്കെ ഓക്കെയാണ്, ഒരു പ്രശ്നമല്ല. പക്ഷേ ഈ SGOT ടെസ്റ്റ് വന്നിട്ട് 5/40 നോർമൽ വാല്യൂ, അല്ല 52 ഉണ്ട്. അപ്പോൾ അതെന്താ ഡോക്ടർ പറയണമെന്ന് വെച്ചാൽ മഞ്ഞപ്പിത്തം അങ്ങനത്തെ പ്രശ്നമല്ല, 12 വയസ്സുള്ളൊരു കുട്ടിക്ക് എങ്ങനെ ഇത്രയും കൊഴുപ്പ് കൊളസ്ട്രോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കൂടണേ, നിങ്ങൾ പുറത്തുനിന്നാണോ ഫുഡ് കഴിക്കണേ, എന്താ അത് അങ്ങനെയൊക്കെ ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഇവന് അധികം ഇങ്ങനെ എണ്ണയിൽ വറുത്തതും കോരിയതൊക്കെ മാത്രമേ ഇഷ്ടമുള്ളൂ, മീൻ ഇറച്ചിയൊക്കെ വറുത്തത്, കോഴിമുട്ട. അപ്പോൾ അങ്ങനെ കൊഴുപ്പ് കൂടിയിട്ടുണ്ട് ഇത്ര ഉണ്ണിയുടെ മേലെ ലിവറിൽ. അപ്പോൾ അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ അത് നല്ലോണം കൺട്രോൾ ചെയ്യണം. അച്ചൂട്ടൻ്റെ ഫുഡിൻ്റെ രീതി മൊത്തം ഞാനിനി മാറ്റാൻ പോവുകയാണ് കേട്ടോ. ഒന്നിച്ച് പെട്ടെന്ന് മാറ്റേണ്ട, എന്നായാലും മാറ്റിയേ പറ്റുള്ളൂ. ഒരുപാട് പേടിക്കേണ്ട കാര്യമൊന്നുമല്ല, പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പോരാഞ്ഞിട്ട് വേറൊരു ടെസ്റ്റും കൂടെ എഴുതി തന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ റിസൾട്ടും കൂടിയും കിട്ടിയാലേ ഉള്ളൂ ബാക്കിയുള്ളവർക്കൊരു സമാധാനം. ഇന്നത്തെ നമ്മളുടെ ഒരു ദിവസം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കഴിഞ്ഞു പോയത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.